കൊല്ലത്ത് എൻഡ് ഓഫ് സീസൺ സെയിൽ മിഡ് നൈറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിലും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ ലുലു മാളിലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷത്തിലാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് മിനിമം എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലെങ്കിൽ അപ് ടു 50%, ഫ്ലാറ്റ് 50% അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഓഫേഴ്സ് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ള കൊട്ടിയത്തുള്ള കൊട്ടിയം ഡ്രീം മാൾ എന്ന മിനി ലുലു മാളിലെ ഹൈപ്പർ മാർക്കറ്റിലും ഇതുപോലെ ഓഫേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. മിഡ് നൈറ്റ് സെയിൽ ഓഫേഴ്സ് എന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് കയറി വരുന്ന സമയത്ത്, അതായത് ഹൈപ്പർ മാർക്കറ്റ് എന്ന ഈ ലുലു ഡെയിലിയിൽ കയറി വരുന്ന സമയത്ത് തന്നെ ആസ് യൂഷ്വലായിട്ട് നമ്മുടെ ലുലു മാൾ ട്രിവാൻഡ്രത്തിലുള്ളതുപോലെ തന്നെ ഈ ഒരു പ്രഷർ കുക്കർ, മിക്സി, മോപ്പിംഗ് സ്റ്റിക്ക്, അതോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസുകളുടെ ഓഫേഴ്സ് നമുക്ക് കാണാൻ പറ്റും. 120 റുപ്പീസിന് വന്നിട്ട് 98 രൂപയേ ഉള്ളൂ ആ ഒരു മാഗി നൂഡിൽസ്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1799 വരെ 3000 രൂപയുടെ കുക്കർ വന്നിട്ട്, അതുകൂടാതെ തന്നെ നമുക്ക് ചോപ്പിംഗ് ആയിട്ടുള്ള ആ ഒരു വെജിറ്റബിൾ ചോപ്പറുണ്ട്. ലോഷൻ വന്നിട്ട് ഇത് വളരെയധികം വെറുത്താണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന സാധനമാണ്. 488 രൂപയുടെ 299 മാത്രമേ ഉള്ളൂ. അതായത് 3 ലിറ്റർ വാങ്ങിക്കുമ്പോൾ 5 ലിറ്റർ ആയിട്ട് കിട്ടുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുണമേന്മ അത്യാവശ്യം കുഴപ്പമില്ല. ലുലുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആയിട്ടുള്ള കുറേ സ്റ്റേഷനറി ഐറ്റംസിലുണ്ട്. ആ ഒരു സ്റ്റേഷനറി ഐറ്റംസിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഇട്ടിട്ടാണ് എല്ലാ ട്രിവാൻഡ്രം ലുലു മാളായാലും ശരി എല്ലാ ലുലു മാളിലും ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ഉണ്ട്. സാധനങ്ങളൊക്കെ ആണെങ്കിൽ 2-3 രൂപ ആ ഒരു റേറ്റ് ഒക്കെ ആണെങ്കിൽ വെച്ച് കുറച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക, ഇല്ലാത്തത് ജസ്റ്റ് ലീവ് ഇറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ പോകുന്ന സമയത്താണ് നട്ട്സ്, വാൾനട്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ബേക്കറി ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബേക്കറി ഐറ്റംസിൽ നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിൽ ഉള്ളതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാം വളരെയധികം ചുരുക്കി ഉള്ള സ്പേസിൽ വെച്ചിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആകുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ഫുഡ് കോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കോർട്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ്റെയൊക്കെ ഓഫേഴ്സ് 400-ൻ്റെ 350 അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ചിക്കൻ ലോലിപോപ്പ്, അതായത് ബ്രോസ്റ്റഡ് ലോലിപോപ്പ് അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് സ്പൈസി ലോലിപോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കുക. അതാകുമ്പം ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ആ ഒരു 6-7 പീസുകളൊക്കെ ആണെങ്കിൽ കിട്ടും. 200-250 ഗ്രാം ആ ഒരു റേറ്റിന്. ഹൈദരാബാദ് ബിരിയാണി ഇവിടെ വന്നിട്ട് 330 റുപ്പീസാണ് ഗൈസ്, അതും 1 kg. അപ്പോൾ ഹാഫ് kg ആകുമ്പോഴേക്കും നേരെ പകുതി ആവത്തുള്ളൂ. എത്ര വരും? 165 രൂപ വരും. ട്രിവാൻഡ്രത്തെയും കാട്ടി ഒരു 10 രൂപയുടെ വ്യത്യാസം ഉണ്ട്. 10 അല്ല 20 രൂപയുടെ വ്യത്യാസമുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്തുള്ള ഹൈദരാബാദ് ബിരിയാണി അത്യാവശ്യം വെറുത്താണ് എന്ന് വെച്ചാൽ അത്യാവശ്യം ടേസ്റ്റാണ്. കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ കൊട്ടിയം ഡ്രീം മാളിൽ ഹൈദരാബാദ് ബിരിയാണി എനിക്കത്ര വലിയ രീതിയിലുള്ള ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ അന്നത്തെ ദിവസമായിരിക്കാം, പക്ഷേ ഇഷ്ടംപോലെ പേര് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ നോൺ വെജിൻ്റെ ആ ഒരു പ്രൈസ് ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ അടുത്ത് കാണിക്കുന്ന. ലാംബ് മട്ടൻ്റെ സംഭവം കൊണ്ടാണ് 920 റുപ്പീസാണ് ആ മട്ടൻ്റെ ഒരു കാലിൻ്റെ പെർ kg റേറ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റിൻ്റെ ഡിഫറൻസ് വരും. മട്ടൻ കറിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് 799. അപ്പോൾ ഇവരുടെ ആ ഒരു ഡിസ്പ്ലേ കണ്ട, ആ ഒരു ഡിസ്പ്ലേ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടി തോന്നും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ യാതൊരുവിധ ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ മട്ടൻ കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ബീഫിൻ്റെ സെഷൻസ് കാണാം. ബീഫിൻ്റെ സെഷൻസ് ആണെങ്കിൽ കുറേ നല്ല രീതിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ടിംഗ് ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷേ വളരെയധികം കുറച്ചേ ഉള്ളൂ. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറച്ച്, വളരെയധികം കുറച്ച് മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എൻഡ് ഓഫ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് കൂടുതൽ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ചൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ചിക്കൻ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് തന്നെയാണ്. അതായത് ഓൾറെഡി സീസണിന് തൊട്ട് എന്തായിരുന്നു അതിൻ്റെ റേറ്റ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു റേറ്റ് തന്നെയായിരിക്കും. അത് നമുക്കത് വർത്ത് തന്നെയാണ്. ചിക്കനും അതുപോലെ തന്നെയാണ് കട്ട് ചെയ്തും ചോപ്പ് ചെയ്തും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
മസാല ഇട്ടിട്ടുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ വളരെയധികം കുറവാണ്. അത് കഴിഞ്ഞിട്ട് കൊല്ലത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഫിഷ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫിഷ് ഇഷ്ടംപോലെ ഫ്രഷ് സ്റ്റാളുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ലുലു മാൾ എന്ന ഡ്രീം മാൾ എന്ന കുഞ്ഞു കൊട്ടിയം ഡ്രീം മാളിലും ഫിഷ് സ്റ്റാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ രീതിയിലുള്ള കളക്ഷൻസൊക്കെ ആണെങ്കിൽ വെച്ചിട്ടാണെങ്കിൽ അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ചൂരയും അത് കൂടാതെയുള്ള കുറേ കായൽ മത്സ്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട്. നമ്മൾ കൊല്ലം ഡ്രീം മാളിൽ നോക്കുമ്പോഴേക്കും കായൽ മത്സ്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അത് നമുക്ക് ഇതുപോലെ വാങ്ങിച്ച് വെച്ചതിന് ശേഷം, അത് കായൽ മത്സ്യമല്ല, അത് ചൂരയാണ്. അപ്പോൾ അത് ഇതുപോലെ വാങ്ങിച്ച് വെച്ചതിന് ശേഷം വെയിറ്റൊക്കെ നോക്കിയിട്ടാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ വൃത്തിയാക്കിയിട്ട് വാങ്ങിച്ചിട്ട് പോകാം എന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഗൈസ്. അപ്പോൾ ഫിഷ് സ്റ്റാളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ചെറിയ സ്പേസിലാണെങ്കിൽ മാക്സിമം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കൊട്ടിയം ഡ്രീം മാളിലാണെങ്കിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ട്രിവാൻഡ്രം ലുലു മാൾ എന്ന പോലെ തന്നെയാണ് കൊട്ടിയം ലുലു മാളിലും അല്ലെങ്കിൽ കൊട്ടിയം ഡ്രീം മാളിലും അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥാനവും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഫോളോവേഴ്സ് ആണെങ്കിൽ ഡ്രീം മാൾ എന്നായാലും ലുലു മാളായാലും അവർ കുറച്ച് കൂടുതലായിട്ട് അവർ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ കുറച്ച് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാവുന്നതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇതുപോലുള്ള പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസുകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കുറക്. ബൈ ബൈ.